നമ്മുടെ വാഹനങ്ങളുടെ ടാക്സ്, അതുപോലെ തന്നെ വാഹനങ്ങളിൽ നമ്മൾ ഒട്ടുമിക്കവാറും ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ടുള്ള പരിവാഹൻ സൈറ്റിൽ വളരെ പ്രധാനപ്പെട്ട കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ സർവീസ് സെൻ്റർ നടത്തുന്നതായതുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ അപ്ഡേറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ആ അപ്ഡേറ്റ്സ് ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ ഓരോ വീഡിയോ വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടാക്സി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളും മറ്റും നമ്മൾ ടാക്സ് അടയ്ക്കാൻ ചെല്ലുന്ന വേളയിൽ ഇപ്പോൾ ഒരു പ്രധാന ഒരു അപ്ഡേറ്റ് കണ്ടാണ്. അതായത് നമ്മുടെ പരിവാഹൻ സൈറ്റിൽ നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ നേരത്തെ നമ്മുടെ വണ്ടിയുടെ നമ്പറും അതിൻ്റെ ചേസ് നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടാക്സ് അടച്ച് പോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനകത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അഥവാ PUC സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കാലാവധി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ സാധിക്കുന്നില്ല. കാര്യം എന്താണെന്നറിയില്ല. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കാതെ തന്നെ, ഇപ്പോൾ ടാക്സ് ഒക്കെ അടയ്ക്കേണ്ട വാഹനങ്ങളുടെ ആണെങ്കിൽ കൃത്യമായിട്ട് തന്നെ 1-2 മാസം മുമ്പേ തന്നെ അത് അടയ്ക്കുവാൻ ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ ചെല്ലുമ്പോൾ ഈ പുക എടുക്കുന്നത് സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ആധാർ കാർഡിൽ ഫോൺ നമ്പർ ലിങ്ക് ആയിരിക്കണം, ആ നമ്പർ ആയിരിക്കണം നമ്മുടെ RC ബുക്കിൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ OTP വരുമ്പോൾ നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് പുകയെടുക്കുവാൻ വേണ്ടിയിട്ട്. ആ സമയം നമ്മുടെ ടാക്സ് ഡ്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സ് നമുക്ക് അടയ്ക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഈ പറഞ്ഞ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ടാക്സി ഉടമകളിലേക്കും നമ്മുടെ എല്ലാ വാഹന സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ വാഹനത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇൻഷുറൻസ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇൻഷുറൻസ് തീർന്നു കഴിഞ്ഞാൽ 2000 മുതൽ മുകളിലേക്കാണ് ഫൈൻ വരുന്നത്. ഒപ്പം തന്നെ വണ്ടി പിടിച്ചെടുക്കുവാനുള്ള ഇപ്പോൾ പുതിയ നിയമങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് വണ്ടിയുടെ അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാൻ അറിയാവുന്നവർ നിങ്ങൾ മൊബൈലിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ പഴയതുപോലെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഡെയിലി ബേസിസിൽ തന്നെ വണ്ടി നമ്പർ അടിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രോഡ് മെസ്സേജുകളും കൂടെ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാട്സാപ്പ് വഴി വിവിധ തരം ഏജൻസികൾ നമ്മളെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. നമ്മുടെ സെൻറ്ററിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മൾ ആ വേളയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഫൈനും മറ്റും കാണത്തില്ല. പക്ഷേ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ പോകുന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ SG ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഒരുപാട് ഉപകാരപ്രദമായ ജനസേവന കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഡെയിലി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ, സേ ഗുഡ് ബൈ ആൻഡ് ഫ്രം SG ചാനൽ.